ഈ ലോക ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നിരവധി പ്രതിസന്ധിയിലൂടെ, പ്രതികൂലങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. അവിടെയെല്ലാം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ വന്ദനം. യിരെമ്യാ പ്രവചനം 46 അധ്യായം. യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടാവുകയാണ്. സാധാരണ നിലയിലുള്ള ഒരു അരുളപ്പാടല്ല, ഒരു സൂചന കൊടുക്കുകയാണ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്താണ് മുന്നറിയിപ്പ്? ജാതികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ജാതികളോട് ദൈവത്തിൻ്റെ നിലപാടുകളെ ദൈവം ബോധ്യപ്പെടുത്തുകയാണ് യിരെമ്യാവിലൂടെ. ജാതികളോട് താൻ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്നും ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന സംരക്ഷണയെക്കുറിച്ച് വളരെ വിസ്തൃതമായൊരു വിശദീകരണം പ്രവാചകന് ദൈവം നൽകി കൊടുക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് എപ്പോഴെല്ലാം ഇസ്രായേൽ ജനങ്ങൾ അന്യദൈവത്തെ സേവിച്ചിട്ടുണ്ടോ, അനുസരണക്കേടുകൾ കാണിച്ചിട്ടുണ്ടോ, ദൈവിക നിലപാടുകൾ, ദൈവത്തിനെതിരെയുള്ള നിഷേധമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടോ, അപ്പോഴെല്ലാം ദൈവം അവരോട് പ്രതികരിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകത്തിൽ ദൈവം പ്രത്യേകം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രമാണം വിട്ടാൽ ആകാശത്തെ ചെമ്പാക്കും, ഭൂമിയെ ഇരുമ്പാക്കും, പ്രകൃതി പോലും നിങ്ങൾക്ക് കഠിനമായ നിലയിലായിരിക്കും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കപ്പെടേണ്ട മഞ്ഞോ മഴയോ മറ്റ് കാർഷിക വിഭവങ്ങളിൽ നിന്നുള്ള നന്മകളൊന്നും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ഭൗതിക മേഖലകളെ വളരെ സംഘർഷാവസ്ഥയിലൂടെ നിങ്ങൾ നയിക്കേണ്ടി വരുമെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. പക്ഷേ ഇവിടെ പ്രവാചകനിലൂടെ പറയുകയാണ്, ജാതികളെ ഞാൻ ന്യായം വിധിക്കും. പ്രൈസ് ദി ലോർഡ്. ബാലശിക്ഷ എന്ന നിലയിൽ ജാതികളെ ഏൽപ്പിച്ചു, എങ്കിലും അവര് അതികാഠിന്യത്തോടെ ഇസ്രായേൽ മക്കളോട് പ്രതികരിച്ചു. പരിണത ഫലമായിട്ട് ദൈവം അവർക്ക് അതിൻ്റെ ശിക്ഷ നൽകുമെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇതിൽ നിന്നുള്ള പൊതുവായ സന്ദേശം ഞാൻ പറയുന്നു, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ബാലശിക്ഷയിലൂടെ കടന്നു പോകേണ്ടി വരും. ബാലശിക്ഷ അനുഭവിക്കുന്നില്ലെങ്കിൽ കൗലുടയന്മാർ അത്രയെന്നാണ് വചനം പറയുന്നത്. ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുന്നു. ദാവീദ് പ്രമാദമായ തെറ്റുകൾ ചെയ്തു. ദാവീദിന് മനസ്സിലായി ദൈവം ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. ദാവീദ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രകോപത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത്. ശിക്ഷ ഉറപ്പാണ്, പക്ഷേ നിന്റെ കോപത്തിൽ ശിക്ഷിക്കരുത്, സ്നേഹത്തിൽ ശിക്ഷിക്കുക. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നിരവധി പ്രതിസന്ധിയിലൂടെ, പ്രതികൂലങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല, ദൈവം നമ്മളെ കൈവിടുകയില്ല, തള്ളിക്കളയുകയില്ല. എന്നാൽ നാം പോലും അറിയാതെ പാപപ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുത്തിക്കൊണ്ട്, ലോകത്തിന്റെ പാപത്തിന്റെ പങ്കുപറ്റിക്കൊണ്ട് ജീവൻ നയിക്കുവാൻ ദുഷ്ടപിശാച് നമ്മളുടെ മേൽ പ്രേരണ ചെലുത്തുമ്പോൾ, ഈ വേളയിൽ നോക്കുക, ചെയ്യുന്ന ഏതൊരു തെറ്റുകൾക്കും ഹല്ലേലൂയ ശിക്ഷയുണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും അതിസ്നേഹത്തോടെ ദൈവം നമ്മളെ വാത്സല്യത്തോടെ കൂട്ടിച്ചേർക്കുന്നൊരു ദൈവം കൂടെയാണ്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട്, അവരോട് ഞാൻ ന്യായം വിധിക്കും. അത് ദൈവത്തിൻ്റെ കഠിനമായ നിലപാടാണ്. എങ്കിലും സ്വന്തം ജനത്തെ സ്നേഹിച്ചതുപോലെ നമ്മൾ തെറ്റുകൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നാളും ദൈവം നമ്മളെ അധികം സ്നേഹിക്കുന്നു, മാറോടണയ്ക്കുന്നു. ആ ദൈവസ്നേഹത്തിൽ തുടരുവാൻ ഈ ലഘു സന്ദേശം ഉതകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.